ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്ന കംപ്ലൈൻറ്റ് ഒന്ന് ആക്സിലേറ്റർ റേസിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓയിൽ ചെക്കപ്പ് ജനറൽ സർവീസ് അതൊക്കെ മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് എൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഈ ക്യാമിൻ്റെ ചെറിയൊരു ജർക്കിങ് സൗണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് പിടിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്, ആ ലൈറ്റ് ഒന്ന് ബൾബൊന്ന് മാറ്റിയിടണം. പിന്നെ അതേപോലെ സ്പീഡ് മറ്റേ ഫ്യൂൽ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, എയർ ഫിൽറ്റർ നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. തീരെ മോശമായിട്ടൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ അത് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട, നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കത് ഇവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്, നനവ് തുടങ്ങിയാണുണ്ടോ. അപ്പോൾ അത് കൈയോടെ നമുക്ക് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ എന്തായാലും അടുത്ത സർവീസിനുള്ളിൽ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയുണ്ട്, അതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നോക്കുമ്പോൾ നിലവിൽ വേരിയേറ്റർ ബോഡിക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല. നമുക്കതിൻ്റെ ഈ റോളർ സെറ്റിൻ്റെ ഇത് ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മാറ്റണമെന്നില്ല, കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ പറയാം സാർ എല്ലാ സൈഡും ഒരേപോലെ ഇവിടെ ചേർന്ന് വന്നേക്കണുണ്ടോ. അപ്പോൾ അത് തേമാനത്തിൻ്റെയാണ്. അത് കൂടുതലായിട്ട് പ്രശ്നം കാണുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരുമല്ലോ. അതേപോലെ ക്ലച്ച് യൂണിറ്റൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോഴേ ബെൽറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ഇച്ചിരി പൊട്ടൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് നമുക്ക് ആവറേജ് ഓട്ടം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാതെ മാറ്റിയിടണമായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ഉപയോഗമുണ്ട്. ലോക്കലൊക്കെ ഓടണമെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം ലോങ്ങൊക്കെ ഓടിക്കുന്നുണ്ട്, വല്ല കയറ്റമുള്ള ഭാഗമൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാതിരിക്കണമായിരിക്കും നല്ലത്. മാറ്റി പുതിയതിടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും അടുത്ത സർവീസ് വരെ ഓടുമെന്ന് തോന്നണില്ല കാഴ്ചയിൽ കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് എടുത്തുമ്പോൾ അതിനകത്ത് കൂടി ഉൾപ്പെടുത്തി പറയാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുള്ളൂ എന്തെങ്കിലും. പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ റേസിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. നമ്മൾ ആ സ്ലൈഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാർബോട്ടോ ഒന്നുകൂടി ട്യൂണിങ്ങിലേക്ക് ആക്കിയിടാം. നിലവിൽ കേബിളൊക്കെ വലിയ പഴക്കമില്ലാത്ത കേബിളാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളായാലും വലിയ ടൈറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകളിൽ നമുക്ക് ഈ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഈ ഷോക്കിൻ്റെ ബുഷ് മാത്രം നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടണം കേട്ടോ, കാരണം അത് ഇത്രയും ലൂസായിട്ടുണ്ട്. കാരണം ഇനി അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് കയറി അടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടണം നല്ലത്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഫ്രണ്ടിലത്തെ, നമുക്കതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കണ ബാറ്ററി. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.95 റേഞ്ചിലൊക്കെ വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചേക്കണത് കേട്ടോ. നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇപ്പോൾ ബാറ്ററിക്ക് കാണിക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം, എൻജിൻ ഓയിലൊന്ന് മാറ്റാം. അത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണ വർക്ക് കേട്ടോ. ഒരു അല്പം ലേറ്റായിട്ടാണ് വണ്ടി വർക്കിന് കയറിയേക്കുന്നത്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും വിളിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമുക്ക് തന്നെ ചിലവ് തന്നെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താമസമാണ് വന്നത് കേട്ടോ. കഴിയുന്നതിനനുസരിച്ച് വിളിച്ചോളാം എന്തായാലും. ഓക്കെ.